നിങ്ങൾ ഒരിക്കലെങ്കിലും സമുദ്രത്തിന്റെ അങ്ങേ ആഴങ്ങളിൽ എന്തായിരിക്കും ഉള്ളത് എന്നതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? വളരെയധികം നിഗൂഢമായിട്ടുള്ള, വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സോൺ ആയിട്ടാണ് സമുദ്രത്തിന്റെ അങ്ങേ ആഴങ്ങളെ നമ്മൾ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ മനുഷ്യന് ചെന്നുപെടാൻ കഴിയാത്ത വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സോൺ ആയിട്ടാണ് നമ്മൾ സമുദ്രത്തിന്റെ അങ്ങേ ആഴങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വളരെയധികം ഭീകരമായിട്ടുള്ള ഒരുപാട് ജീവികൾ സമുദ്രത്തിന്റെ അങ്ങേയറ്റത്തിൽ ആഴങ്ങളിലായിട്ട് ജീവിക്കുന്നുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് സയന്റിസ്റ്റുകളുടെ പഠനങ്ങളിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏകദേശം 1 വർഷം മുൻപ് സമുദ്രത്തിന്റെ അങ്ങേ ആഴങ്ങളിൽ മാത്രം കണ്ടുവരുന്ന, സാധാരണയായി സമുദ്രത്തിന്റെ മുകൾ ഭാഗങ്ങളിൽ ഒന്നും തന്നെ കാണാൻ കഴിയാത്ത ഒരുപാട് ജീവികൾ കരയ്ക്കടിഞ്ഞതായിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ 1 വർഷം മുൻപ് വരെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇത്തരത്തില് വളരെയധികം റെയർ ആയിട്ട് കരയിൽ കാണപ്പെടുന്ന ജീവികൾ കരയ്ക്കടിഞ്ഞതോട് കൂടിയിട്ട് എന്തോ ഒരു വലിയ വിപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള ഒരുപാട് ന്യൂസുകളായിരുന്നു ലോകമെമ്പാടും സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് മറ്റൊരു പേര് ഏറ്റവും കൂടുതലായിട്ട് ലോകം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. മലകളേക്കാൾ വലിപ്പമുള്ള ഒരു ജീവി, മനുഷ്യന് ചിന്തിക്കാവുന്നതിനും അപ്പുറമുള്ള, അല്ലെങ്കിൽ മനുഷ്യന് ചിന്തിക്കാൻ കഴിയാവുന്നതിലും അപ്പുറം പവർഫുൾ ആയിട്ടുള്ള ഒരു ജീവി, മനുഷ്യന് യാതൊരു വിധത്തിലും നശിപ്പിക്കാൻ കഴിയാത്ത, മനുഷ്യന് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസ് യൂസ് ചെയ്ത് പോലും തകർക്കാൻ കഴിയാത്ത, ആയുധങ്ങൾക്ക് തൊടാൻ കഴിയാത്ത, ഓഷ്യനെ പോലും പൂർണ്ണമായിട്ട് വിഴുങ്ങാൻ കഴിവുള്ള ഒരു വലിയ ഭീകര സത്വം. ബൈബിളുകളിലും പുരാണ കഥകളിലും ഈ ഒരു വലിയ സത്വത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇതിഹാസ കഥകൾ അവനൊരു പേര് നൽകിയിരുന്നു, ലെവിയാഥാൻ. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ലെവിയാഥാൻ എന്ന് പറയുന്ന ഈ ഒരു സീ ക്രിയേച്ചേഴ്സിനെ പറ്റിയും അതുപോലെ തന്നെ ഈ ഒരു മിസ്റ്റിക്കൽ ക്രിയേച്ചറിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഇടയിലുള്ള വിശ്വാസത്തെ പറ്റിയും യഥാർത്ഥത്തിൽ ലെവിയാഥാൻ എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടോ എന്നതിനെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു രഹസ്യങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക്. വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക്. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുൻപ്, അതായത് ആധുനിക സാങ്കേതിക വിദ്യകൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. അന്നത്തെ കാലത്തെ നാവികർക്ക് സമുദ്രം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് തങ്ങളുടെ ദേവതയായിരുന്നു, അതുപോലെ തന്നെ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവുമായിരുന്നു. ആ ഒരു സമയത്താണ് ബുക്ക് ഓഫ് ജേക്കബ്, അല്ലെങ്കിൽ ജേക്കബിന്റെ പുസ്തകത്തില്, ബൈബിളില് ലെവിയാഥാൻ എന്ന് പറയുന്ന ഒരു ഭീകര സത്വത്തെക്കുറിച്ച് ആദ്യമായിട്ട് പരാമർശിക്കപ്പെടുന്നത്. അതായത് സമുദ്രത്തിലെ ഏറ്റവും വലിയ ഭീകര ജീവി, അല്ലെങ്കിൽ സമുദ്രത്തെ ഭരിക്കുന്ന ഏറ്റവും വലിപ്പമേറിയിട്ടുള്ള ഒരു ഭീകര സത്വം എന്ന രീതിയിലായിരുന്നു ഈ ലെവിയാഥാൻ എന്ന് പറയുന്ന ഒരു ക്രിയേച്ചറിനെ പറ്റിയിട്ട് അന്നത്തെ കാലത്ത് ബൈബിളിൽ ആദ്യമായിട്ട് പരാമർശിക്കപ്പെടുന്നത്. അതിന്റെ വലിപ്പത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇരുമ്പിനെ പുല്ലുപോലെയും വെങ്കലത്തെ ഉണങ്ങിയ മരക്കഷ്ണത്തോടും ഉപമിക്കുന്ന ഒരു ജീവി. മനുഷ്യൻ എന്ന് പറയുന്നത് അതിന്റെ കാലിനടിയിലെ മണൽ തരിക്ക് സമം. അങ്ങേയറ്റം വലിപ്പമേറിയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങേയറ്റം അപകടകാരിയായിട്ടുള്ള ഭൂമിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രെഡേറ്റർ. അതായത് ശ്വാസം തീനാളങ്ങൾ കൊണ്ട് വിടുകയും അതുപോലെ തന്നെ ജ്വലിക്കുന്ന കണ്ണുകളുമായിട്ട് ലോകത്തിലെ ഏറ്റവും ശക്തിശാലിയായിട്ടുള്ള ഒരു ഭീകര സത്വം. മനുഷ്യന്റെ കൈവശമുള്ള ഏറ്റവും വലിയ ആയുധങ്ങൾ കൊണ്ടോ വാളുകൾ കൊണ്ടോ മുറിവേൽപ്പിക്കാൻ കഴിയാത്ത അത്രയ്ക്ക് കട്ടിയുള്ള തൊലി. അങ്ങേയറ്റം അപകടകാരിയായിട്ടുള്ള ഒരു സീ ക്രിയേച്ചർ. എന്തുകൊണ്ടായിരിക്കാം അന്നത്തെ കാലഘട്ടത്തിൽ ബൈബിളില് ഈ ഒരു ക്രിയേച്ചറിനെ പറ്റിയിട്ട് പരാമർശിക്കപ്പെട്ടത്? അന്നത്തെ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക്, സമുദ്രത്തിൽ പോകുന്ന ആളുകൾക്ക് ഏറ്റവും അധികം ഭയമുള്ള ഒരു ജീവിയായിരുന്നു ലെവിയാഥാൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം ലെവിയാഥാൻ എന്ന് പറയുന്ന ഈ ഒരു ക്രിയേച്ചറിനെ ഇത്രയധികം ആളുകൾ ഭയപ്പെട്ടത്? മധ്യകാലഘട്ടത്തിലെ നാവികർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങേയറ്റം അവിശ്വസനീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അവർ കടലില് ആയിരിക്കുന്ന സമയത്ത് പല സമയങ്ങളിലും നങ്കൂരമിടുമ്പോൾ വലിയൊരു ദ്വീപാണ് എന്ന് കരുതിയാണ് അവർ നങ്കൂരമിടാറുള്ളത്. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു ദ്വീപ് ചലിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തങ്ങളിപ്പോൾ ആയിരിക്കുന്നത് ഒരു ദ്വീപിന് പുറമല്ല, മറിച്ച് അങ്ങേയറ്റം വലിപ്പമേറിയിട്ടുള്ള ഒരു ഭീകര സത്വം, അല്ലെങ്കിൽ ഒരു ഭീകര ജീവിയുടെ പുറത്തായിട്ടാണ് തങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് എന്നുള്ള ഒരു സത്യം. അങ്ങേയറ്റം വലിപ്പമേറിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ദ്വീപിന്റെ അത്രയും വലിപ്പം വയ്ക്കുന്ന ഒരു ജീവി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ചിന്തിച്ചെടുക്കാം ലെവിയാഥാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രയധികം ഭയപ്പെട്ടിരുന്നത് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച്.
അന്നത്തെ കാലഘട്ടത്തിൽ ബൈബിളിലും പുരാണങ്ങളിലും ഇതിഹാസ കഥകളിലും പരാമർശിക്കപ്പെട്ടിരുന്ന കേവലം ഒരു മിസ്റ്ററി ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു മിസ്റ്റീരിയസ് ക്രിയേച്ചർ ആയിട്ട് മാത്രമായിരുന്നു ലെവ്യാത്താനെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ആ ഒരു സമയത്താണ് 2010 വളരെയധികം ഞെട്ടിക്കുന്ന ഒരുപാട് കണ്ടെത്തലുകളുമായിട്ട് ശാസ്ത്രലോകം മുന്നോട്ടേക്ക് വരുന്നത്. 2010 സയന്റിസ്റ്റുകൾ ഒരു വലിയ ജീവിയുടെ അസ്ഥികൂടം അഥവാ ഫോസിൽസ് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് കണ്ടെടുക്കുകയാണ്. അതിന് ലെവ്യാത്താൻ മെൽവില്ലെ എന്നായിരുന്നു അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു തിമിംഗലത്തിന്റെ അസ്ഥികൂടമായിരുന്നു. എന്നാൽ സാധാരണ തിമിംഗലങ്ങളെ പോലെയുള്ള ഒരു തിമിംഗലമായിരുന്നില്ല ഈ പറയുന്ന ലെവ്യാത്താൻ മെൽവില്ലെ എന്ന് പറയുന്നത്. വളരെയധികം വലുപ്പമേറിയിട്ടുള്ള, അക്കാലത്തില് സമുദ്രത്തിൽ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലുപ്പമേറിയിട്ടുള്ള ഒരു വേട്ടക്കാരൻ. മനുഷ്യരെ പോലും അല്ലെങ്കിൽ ഒരു കപ്പലിനെ പോലും വിഴുങ്ങാനുള്ള അത്ര വലുപ്പം ആ ഒരു തിമിംഗലത്തിന് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പല്ലിന് മാത്രം ഏകദേശം 1 അടിക്ക് മുകളിൽ വലുപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്രയധികം പരീക്ഷണങ്ങളൊക്കെ നടത്തിയെങ്കിലും ഇവയ്ക്ക് പുറമെ ശാസ്ത്രലോകം നമ്മോട് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. സമുദ്രത്തിന്റെ ഏകദേശം 5% ഭാഗം മാത്രമാണ് ഇന്നും ശാസ്ത്രലോകത്തിന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. സമുദ്രത്തിന്റെ അങ്ങേ ആഴങ്ങളിൽ എന്താണ് എന്നതിനെ പറ്റിയിട്ട് ഇന്നും ശാസ്ത്രലോകത്തിന് പോലും യാതൊരു വിധത്തിലുള്ള വിശദീകരണങ്ങളുമില്ല. അതായത് 95% ഭാഗത്തോളം എന്താണ് സമുദ്രത്തിൽ ഉള്ളത് എന്നതിനെ പറ്റിയിട്ട് ഇന്നും ആർക്കും തന്നെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് സമുദ്രത്തെ ഇത്രയധികം ഭയാനകമായിട്ടുള്ള ഒന്നാക്കി മാറ്റുന്നത്. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള സീ ക്രിയേച്ചേഴ്സും അതുപോലെ തന്നെ വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള, വളരെയധികം അഗ്ലി ലുക്കിംഗ് ആയിട്ടുള്ള, ക്രീപ്പി ലുക്കിംഗ് ആയിട്ടുള്ള ആനിമൽസും സമുദ്രത്തിന്റെ അങ്ങേ ആഴങ്ങളിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിനുദാഹരണമായിരുന്നു ഏകദേശം 1 വർഷം മുൻപ് വരെ വാർത്തകളിലുടനീളം പ്രചരിച്ചിട്ടുണ്ടായിരുന്ന വളരെയധികം ക്രീപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന ജീവികളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ഷേപ്പുകളോ കമ്പാരിസണോ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്രീപ്പി ലുക്കിംഗ് ആയിട്ടുള്ള കരയിലേക്ക് അടിഞ്ഞിട്ടുണ്ടായിരുന്ന ജീവികൾ. ഇത്രയധികം അനന്തമായി കിടക്കുന്ന, ഇത്രയധികം ക്രീപ്പി ആയിട്ടുള്ള ഒരു സമുദ്രത്തിൽ ലെവിയാത്താൻ എന്ന് പറയുന്ന ഒരു സീ ക്രിയേച്ചർ ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കാനാണ് പല ആളുകളും ഇഷ്ടപ്പെടുന്നത്. കേവലം ഒരു മിസ്റ്റിക്കൽ ക്രിയേച്ചർ എന്നതിലുപരി ഇതിഹാസങ്ങളിലും ബൈബിളുകളിലും അതുപോലെ തന്നെ മറ്റ് കഥകളിലുമൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെ ഇത്തരത്തിലെ ലെവിയാത്താൻ എന്ന് പറയുന്നത് ഭൂമിയുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ അവസാനമാകാറാകുമ്പോഴേക്ക് ഭൂമിയിലേക്ക് വരുന്ന ഒരു ഭീകര സത്വമായിരിക്കുമെന്നാണ് പല ആളുകളും ഇന്നും വിശ്വസിക്കുന്നത്. ഇനി എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ചോദ്യമായിരിക്കും, ലെവിയാത്താൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു ക്രിയേച്ചർ ആണോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്രിയേച്ചർ പണ്ട് ജീവിച്ചിരുന്നു എന്നതിനെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് പറയുന്നത്. ഇന്ന് വരെ സയന്റിഫിക് ആയിട്ടുള്ള യാതൊരു വിധ തെളിവുകളും ലെവിയാത്താൻ എന്ന് പറയുന്ന ഈ ഒരു ജീവി പണ്ട് ജീവിച്ചിരുന്നു എന്നതിനെ പറ്റിയിട്ടൊന്നും യാതൊരു വിധത്തിലുള്ള തെളിവുകളും നമുക്ക് അവൈലബിൾ അല്ല. യഥാർത്ഥത്തിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന നാവികര് വലിയ രീതിയിലുള്ള തിമിംഗലങ്ങളെയോ വലിയ രീതിയിലുള്ള നീരാളികളെയൊക്കെ കണ്ട സമയത്ത് അവയെ ലെവിയാത്താൻ എന്ന പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ സിദ്ധാന്തങ്ങൾ പ്രകാരം ഒരുപാട് വലിപ്പമേറിയിട്ടുള്ള ജീവികൾ അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചിട്ട് ഈ ലോകത്തിൽ നിന്ന് പോയിട്ടുള്ള വളരെ ക്രീപ്പി ലുക്കിംഗ് ആയിട്ടുള്ള ജീവികൾ ഇവയൊക്കെ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഇന്നും താമസിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വിശ്വാസങ്ങളായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ലെവിയാത്താൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലെവിയാത്താൻ എന്ന് പറയുന്ന ഒരു ഭീകര സത്വത്തെ കുറിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള തെളിവുകളും അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള എവിഡൻസോ പ്രൂഫുകളോ സയൻസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നീടും പറയാൻ വിട്ടുപോകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സയൻസിന് ഇന്നും സമുദ്രത്തിന്റെ കേവലം 5% ഭാഗം മാത്രമാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതിന് താഴേക്ക് എന്തൊക്കെ ജീവികളാണുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ ക്രീപ്പി ക്രിയേച്ചേഴ്സ് ആണുള്ളത് എന്നതിനെ പറ്റിയിട്ട് യാതൊരു വിധത്തിലുള്ള പഠനങ്ങൾ നടത്താനോ യാതൊരു വിധത്തിലുള്ള എവിഡൻസ് കളക്ട് ചെയ്യാനോ മനുഷ്യന് സാധിക്കില്ല. കാരണം അത്രയധികം ലിമിറ്റഡ് ആണ് നമ്മുടെ ടെക്നോളജി എന്ന് പറയുന്നത്. സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് പോവുക എന്ന് പറയുന്നത് വളരെയധികം അപകടകാരിയായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം അപകടം പിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, ടൈറ്റൻ എന്ന് പറയുന്ന ഒരു സബ്മെറീന് സംഭവിച്ചിട്ടുള്ള ഒരു വലിയ അപകടത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം അല്ലേ? കാരണം സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകും തോറും പ്രഷർ വളരെയധികം കൂടി വരികയും മനുഷ്യനിർമ്മിതമായിട്ടുള്ള യാതൊന്നും തന്നെ അവിടെ പിടിച്ചു നിൽക്കുകയും ചെയ്യില്ല. കാരണം സമുദ്രത്തിന്റെ പ്രഷർ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഭീകരമാണ്. ഈ പ്രഷറിന്റെ ഒക്കെ അടിയിൽ മനുഷ്യന് ചെന്നെത്താൻ കഴിയാത്ത സമുദ്രത്തിന്റെ അങ്ങേ അടിയിൽ
ലെവിയാഥാൻ പോലെയുള്ള വലിയ ക്രിയേച്ചേഴ്സ് ഉണ്ടോ എന്നൊരു കാര്യത്തെക്കുറിച്ച് ഇന്നും ശാസ്ത്രത്തിനോ ഒന്നിനും തന്നെ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. സോ ലെവിയാഥാൻ പൂർണ്ണമായിട്ട് ഇല്ല എന്നൊരു കാര്യത്തെക്കുറിച്ചും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. ചരിത്രത്തിന്റെ താളുകളിലും നാവികരുടെ കഥകളിലും വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഇതിഹാസ കഥകളിലും ലെവിയാഥാൻ എന്ന് പറയുന്ന ഒരു ജീവി ഇന്നും ജീവിക്കുന്നുണ്ട്. ഇവയൊക്കെ കേവലം മനുഷ്യ മനസ്സിന്റെ മിഥ്യകളായിരിക്കുമോ, അതോ യഥാർത്ഥത്തിൽ നമുക്ക് ഇന്നും എക്സ്പ്ലോർ ചെയ്യാൻ കഴിയാത്ത സമുദ്രത്തിന്റെ അങ്ങേ ആഴങ്ങളിൽ ജീവിക്കുന്ന ഒരു യഥാർത്ഥ ക്രിയേച്ചർ തന്നെ ആയിരിക്കുമോ? ഭൂമിയിലെ അവസാനം നോക്കി അല്ലെങ്കിൽ മനുഷ്യനെ വൈപ്പ് ചെയ്യാനായിട്ട് ഒരു സമയം നോക്കിയിരിക്കുന്ന ലെവിയാഥാൻ എന്ന് പറയുന്ന ക്രിയേച്ചർ സമുദ്രത്തിന്റെ അങ്ങേ ആഴങ്ങളിൽ ഉണ്ടായിരിക്കുമോ? ഇത് വലിയൊരു ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.